ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 75 ദിവസമാണ് നിങ്ങൾക്കിനി ബോർഡ് എക്സാമിന് വേണ്ടി ബാക്കി നിൽക്കുന്നത്. പക്ഷെ എല്ലാവരും ഒന്ന് ആലോചിക്കുക, ശരിക്കും 75 ഡേയ്സ് ബാക്കിയുണ്ടോ? പല സ്കൂൾസിലും ഫസ്റ്റും സെക്കൻഡും തേർഡും മോഡലെല്ലാം തന്നെയുണ്ട്. മോഡൽ എക്സാം എല്ലാം തന്നെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ബാക്കി നിൽക്കുന്നത് 60 ഡേയ്സ് മാത്രമാണ്. 60 ഡേയ്സ് കൊണ്ട് 47 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. അതായത് സയൻസിലെയും മാത്സിലെയും സോഷ്യൽ സയൻസിലെയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്രമേൽ ഈസിയായ ഒരു ടാസ്ക്കാണോ? അത്രമേൽ ഈസി അല്ലാന്ന് എല്ലാവർക്കും അറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, 1 ഡേ 1 ചാപ്റ്റർ എന്ന് പറയുന്ന ഫോർമുലയാണ് നിങ്ങൾ എല്ലാവരും പാലിക്കേണ്ടവരാ. ഒരു ദിവസം ഒരു പാഠം പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വളരെ സുഖമായിട്ട് ഈ കാണുന്ന 47 ചാപ്റ്റേഴ്സ് 60 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ അത്രമേൽ വർക്കൗട്ട് ആകുമോ? എല്ലാവരും ആലോചിക്കാം. അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയായിരിക്കും. കാരണം ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ 1-2 കോൺസെപ്റ്റുകൾ മാത്രം പഠിച്ച് അതിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യലല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് പഠിക്കണം. കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ കാണുന്ന കോൺസെപ്റ്റിൻ്റെ ഷോർട്ട് നോട്ട്സ് നമ്മൾ എഴുതിയിരിക്കണം. കാരണം ബോർഡ് എക്സാമിൻ്റെ തലേദിവസം നമുക്ക് കംപ്ലീറ്റ് NCERT ബുക്ക് വായിക്കാൻ വേണ്ടി സമയമുണ്ടാവില്ല. നമ്മുടെ ഷോർട്ട് നോട്ട്സ് വായിക്കാൻ വേണ്ടി മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. സോ അതുകൊണ്ട് ഷോർട്ട് നോട്ട്സ് എഴുതണം. NCERT ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. PYQs ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ടാസ്കുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവുക ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ. സോ ഈ കാണുന്ന ഒരു ചാപ്റ്ററിന് വേണ്ടി ഒരു ദിവസം എന്ന് പറയുന്നത് അത്രമേൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ഇങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറഞ്ഞ കാര്യം അത് പോസിബിൾ ആക്കിയവരാണ് ഞങ്ങൾ എക്കാലവും. നിങ്ങൾക്ക് വേണ്ടി സൈലം ഏറ്റവും ഗംഭീരമായിട്ടുള്ള സൈലത്തിൻ്റെ സെലിബ്രേറ്റഡ് പ്രോഗ്രാമായിട്ടുള്ള എൻഡ് ഗെയിമുമായി നിങ്ങളിലേക്ക് വരുന്നു. നമ്മൾ ഒരു ദിവസം ഒരു പാഠം പഠിച്ചു തീർക്കും. അതാണ് മക്കളെ സൈലത്തിൻ്റെ എൻഡ് ഗെയിമിൻ്റെ സ്ട്രാറ്റജി. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാ മക്കളും എത്ര വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ യെസ് വി ആർ റെഡി എന്ന് കമൻറ്റ് ചെയ്യാം. കാരണം ഇതൊരു ടാസ്ക് തന്നെയാണ്, ഈ കാണുന്നൊരു ചലഞ്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ ആ കാണുന്ന ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ബോർഡ് എക്സാമിനുള്ള എല്ലാ വിഷയങ്ങളും അതിഗംഭീരമായിട്ട് തന്നെ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, സാറേ ഇംഗ്ലീഷ് പഠിക്കണ്ടേ? ഒരു ചോദ്യമാണ് മക്കളെ. ഞാൻ ഈ കാണുന്ന 60 ഡേയ്സിൽ February 1 to 15 ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അവിടെയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതേതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കുക, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. ഇതിന് വേണ്ടിയാണ് ആ കാണുന്ന 15 ഡേയ്സ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് പ്ലസ് SST എല്ലാവരും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള സമയത്ത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജെല്ലാം എന്താണ് പഠിച്ച് ബോർഡ് എക്സാമിൽ അതിമനോഹര മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഓൾമോസ്റ്റ് ഡേറ്റ് പറയുമ്പോൾ മുൻ വർഷത്തെ ഒരു ഡേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസം 23-ാം തീയതി ആയിരിക്കും എക്സാം ആരംഭിക്കുക. 15-ാം തീയതി ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഒരു 6-7 ദിവസം മാറ്റിക്കൊണ്ട് നമുക്ക് 23, 22 ആ ദിവസങ്ങളാണ് പൊതുവെ എക്സാംസ് ആരംഭിക്കാറ്. പക്ഷെ നമ്മൾ അത് ഇപ്പോൾ കണക്കിലാക്കണ്ട. അത് കിട്ടുകയാണെങ്കിൽ ലോട്ടറി ആണെന്ന് കരുതി എല്ലാവരും മനസ്സിലാക്കുക. സോ February 15th എന്ന് പറഞ്ഞ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. നമ്മൾ എല്ലാ വിഷയവും കംപ്ലീറ്റ് ചെയ്യുന്നു. എൻഡ് ഗെയിം ബാച്ചിനകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയണ്ടേ മക്കളെ? ഡെയിലി ലൈവ് ക്ലാസ്. ഒരു ദിവസം ഒരു അധ്യാപകൻ വന്ന് ഒരു വിഷയത്തിലെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിപ്പിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവുക. സോ ഈ കാണുന്ന കംപ്ലീറ്റ് കോൺസെപ്റ്റും വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഫസ്റ്റ് ഡേ പൂർത്തീകരിച്ചു. അതുമാത്രം മതിയോ? ഒരിക്കലും പോരാ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോഴാണല്ലോ നമ്മൾ അതിഗംഭീരമായിട്ട് മാറുക. അതിനു വേണ്ടിയാണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടി വർക്ക്ഷീറ്റ് സൈലം നൽകുന്നത്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതിൻ്റെ വർക്ക്ഷീറ്റ് നൽകുന്നതായിരിക്കും. ആ കാണുന്ന വർക്ക്ഷീറ്റ് എല്ലാ മക്കളും അതിഗംഭീരമായിട്ട് ചെയ്ത് നോക്കണം. വർക്ക്ഷീറ്റിനകത്ത് സംശയമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് റെക്കോർഡഡ് വീഡിയോ ലൈവില്ലെന്ന്? ഒരു 15 ക്വസ്റ്റ്യൻ വർക്ക്ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻ കിട്ടി, 5 എന്താണ് കിട്ടിയില്ല. ഈ കാണുന്ന 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കാണണ്ട, അതിൻ്റെ സൊല്യൂഷൻ കണ്ട് സമയം കളയണ്ട. വി വാല്യൂ യുവർ ടൈം. നിങ്ങളുടെ സമയത്തിന് അത്രമേൽ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ 10 ക്വസ്റ്റ്യൻ കാണണ്ട, ലഭിക്കാത്ത 5 ക്വസ്റ്റ്യൻ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ് ഞാൻ എക്കാലവും പറയാം. അങ്ങനെ സൈലത്തിൻ്റെ വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഇനി ബാക്കി നിൽക്കുന്നത് PYQ മാത്രമാണ്. നിങ്ങളിലേക്ക് PYQ സീരീസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും തന്നെ ഗൈഡെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അതിനകത്തുള്ള PYQs എല്ലാം തന്നെ പണ്ടത്തെയാണ്, പഴയ കാലത്തെ. അതും സിലബസുമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരുപാട് PYQs. സിലബസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സിലബസിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ PYQs പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ അതിഗംഭീരമായിട്ടുള്ള PYQ സീരീസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും തന്നെ PYQs വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സൈലത്തിൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ മക്കൾക്കും PYQs ലഭിക്കുന്നതായിരിക്കും.
അങ്ങനെ ബോർഡ് എക്സാമിന് ആവശ്യമുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ മാത്രമാണ് ബാക്കി. അതിനുവേണ്ടി സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് നമ്മൾ അതിഗംഭീരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയാണ് എല്ലാ മക്കളും മൈൻഡ് മാപ്പ് ഉപയോഗിക്കേണ്ടത്. സോ ഇത്രമേൽ ഫീച്ചേഴ്സാണ് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ചിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും എത്രയും വേഗം തന്നെ സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. മോസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള 1999 ആണ് സൈലം ഈ കാണുന്ന കോഴ്സിന് നിങ്ങൾ ഈടാക്കുന്നത്. സോ നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുന്നു. ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അസ്ത്ര ബാച്ചിലെ വിദ്യാർത്ഥികൾ വീണ്ടും എൻഡ് ഗെയിം പർച്ചേസ് ചെയ്യണമെന്നും അതിൻ്റെ ആവശ്യമില്ല. അസ്ത്ര ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൈലത്തിൻ്റെ എൻഡ് ഗെയിം 100% ഫ്രീ ആയിരിക്കും. സോ നിങ്ങൾക്ക് അപ്പോൾ എൻഡ് ഗെയിം ബാച്ചിൽ കാണാം. ഒന്നിച്ച് പഠിച്ചുകൊണ്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ഗൈസ്, സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്. താങ്ക് യു.